നിങ്ങൾ റോൾ മോഡലാകണം, നിങ്ങളുടെ കുഞ്ഞാകണം. നിങ്ങൾക്ക് റോൾ മോഡലാകാൻ അന്വേഷിച്ച് പോകുന്നതും പലപ്പോഴും അപകടത്തിൽ ചെന്ന് പെടുന്നതും ഇതൊന്നും വിദ്യാർത്ഥികൾക്ക് റോൾ മോഡലാകാൻ ഈ അധ്യാപകർക്കും കഴിയട്ടെ. ഞാൻ ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ ഒരു പ്രസംഗം 2000 തിരുവനന്തപുരത്ത് വെച്ച് കേട്ടു. അദ്ദേഹം മോട്ടിവേഷനെ പറ്റിയാണ് പറഞ്ഞത്, പ്രചോദനം. അദ്ദേഹം പറഞ്ഞു, ഒരു അധ്യാപകൻ കുട്ടികൾക്ക് പ്രചോദനം നൽകുന്ന ആളായിരിക്കണം, മോട്ടിവേറ്റ് ചെയ്യുന്ന ആളായിരിക്കണം. അദ്ദേഹം പറഞ്ഞു, മഹാത്മാഗാന്ധി ഉള്ളപ്പോൾ ഏറ്റവും വലിയ പ്രചോദനമായിരുന്നു ജനതയ്ക്ക് മുഴുവൻ. അദ്ദേഹം ഒരു സംസ്കൃത ശ്ലോകം ചൊല്ലിക്കൊണ്ട് പറഞ്ഞു, മോട്ടിവേറ്റ് ചെയ്യപ്പെടുന്ന ഒരാൾ, പ്രചോദനം കിട്ടുന്ന ഒരാൾ 1000 മടങ്ങ് ശക്തിയുടെ ആളായി മാറുന്നു. ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു, ഇന്ത്യയിൽ യുവജനങ്ങൾക്ക് പ്രചോദനമായി ഇന്നും പ്രവർത്തിക്കുവാൻ കഴിയുന്നത് മഹാത്മാഗാന്ധി തന്നെയാണ്. ഗാന്ധിജി ലക്ഷക്കണക്കിന് ആളുകൾക്ക് വലിയ പ്രചോദനമായിരുന്നു. വിശദാംശങ്ങളിലേക്ക് ഞാൻ കടക്കുന്നത് ജവഹർലാൽ നെഹ്റു, സർദാർ പട്ടേൽ, ഇന്ത്യയിലെ എല്ലാ ഭാഗത്തും പ്രവർത്തിച്ചവർക്കെല്ലാം പ്രചോദനമായിരുന്നു മഹാത്മാഗാന്ധി. ഗാന്ധിജിയെ വിളിക്കൂ, ഇന്ത്യയെ രക്ഷിക്കൂ എന്നുള്ള മുദ്രാവാക്യമാണ് വീണ്ടും എനിക്ക് മുഴക്കാനുള്ളത്. ഗാന്ധിജിയുടെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ, മൈ എക്സ്പെരിമെന്റ്സ് വിത്ത് ട്രൂത്ത്, വായിച്ചിട്ടുള്ളത് കൈവപ്പിക്കുക. മോശമല്ല, എങ്കിലും ഒരു 10% പേരെ വായിച്ചിട്ടുള്ളൂ. പണ്ടിതെല്ലാം കരിക്കുലത്തിന്റെ ഭാഗമായിരുന്നു, ഇപ്പോൾ അതല്ല. സത്യാന്വേഷണ പരീക്ഷകൾ എടുത്ത് വായിക്കും. നിങ്ങൾ ഈ 602 കുട്ടികൾ, ഇടുക്കി ജില്ലയിലെ 602 പ്രതിഭകൾ രാജ്യത്തിന് ഒരു സംഭാവന ചെയ്യാൻ പോകുന്നവരാണ്, വലിയ സംഭാവന ചെയ്യാൻ പോകുന്നവരാണ്. നിങ്ങളുടെ സേവനങ്ങൾ രാജ്യത്തുണ്ടാകണം, ജനതയ്ക്കുണ്ടാകണം, മാനവരാശിക്കുണ്ടാകണം. വലിയ സ്ഥാനങ്ങൾ അനുവദിക്കേണ്ടവരാണ്, ശാസ്ത്രജ്ഞന്മാരായി തീരേണ്ടവരാണ്, ലോകരാഷ്ട്രങ്ങൾക്ക് നേതൃത്വം കൊടുക്കേണ്ടവരാണ്, പല വിഷയങ്ങളിൽ പ്രാഗൽഭ്യം തെളിയിക്കേണ്ടവരാണ്. അങ്ങനെയുള്ള നിങ്ങൾക്ക് എല്ലാ ഭാവങ്ങളും നേരുന്നു. വലിയ വിജയം കൈവരിച്ചു. സ്കൂളുകളെ 109 സ്കൂളുകളിൽ 100% വിജയമാണ്. അവരെ അഭിനന്ദിക്കുകയാണ്. അധ്യാപകരെല്ലാം വന്നിട്ടുണ്ട്. ഞാൻ ശാന്തി മന്ത്രത്തോടുകൂടി അവസാനിപ്പിക്കുകയാണ്. ഓ സഹനാ വവതു സഹനവും പുനത്തു സഹവീര്യം കരവാവഹൈ തേജസ്വിനാവധി തമസ്തു മാ വിദുഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. യജുർവേദത്തിൽ നിന്നാണ്. ആത്മസ്വരൂപമായ പരമ്പൊരുൾ വിദ്യാസ്വരൂപത്തെ പ്രകാശിപ്പിച്ച് നമ്മെ ഒന്നിച്ച് സംരക്ഷിക്കട്ടെ. ആ പരമ്പൊരുൾ വിദ്യാപ്രാപ്തിക്ക് സമർത്ഥരായ ബുദ്ധിശക്തി തന്ന് നമ്മെ ഒപ്പം രക്ഷിക്കട്ടെ. വിദ്യാപ്രാപ്തി കൊണ്ടുള്ള തേജസ് നമുക്ക് ഒന്നിച്ച് സമ്പാദിക്കാം. അതിനുവേണ്ടി നാം പഠിക്കുന്നതെല്ലാം സഫലമാകട്ടെ. അന്യോന്യം യാതൊരു ദ്വേഷവും നമ്മൾ തമ്മിൽ തോന്നാതിരിക്കട്ടെ. ആദി വൈദികവും ആദി ഭൗതികവും അധ്വാത്മികമായ സുഖങ്ങളിൽ നിന്ന് നമുക്ക് ശാന്തി ലഭിക്കട്ടെ. അതായത് നമുക്ക് 3 തരം ദുഃഖങ്ങളാണ്. ഒന്ന് നമ്മുടെ പ്രവൃത്തി കൊണ്ടുണ്ടാക്കുന്ന ദുഃഖമാണ്, മറ്റൊന്ന് മറ്റുള്ളവരുടെ തെറ്റുകൊണ്ടുണ്ടാകുന്ന ദുഃഖമാണ്, പിന്നെ ഒന്ന് പ്രകൃതി ക്ഷോഭം കൊണ്ടുണ്ടാകുന്ന ദുഃഖമാണ്. ഇതൊന്നും ഇല്ലാതെ എല്ലാവർക്കും ശാന്തി ലഭിക്കട്ടെ. ഐ ആം ബോൺ ഫോർ ഗ്രേറ്റ് തിങ്സ്. വലിയവരായിരിക്കാൻ ജനിച്ചിരിക്കുന്നു എന്നുള്ള വിശ്വാസത്തോട് മുന്നോട്ട് പോവുക. നിങ്ങൾക്ക് നല്ലത് വരട്ടെ. ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുവാൻ കേരള രാഷ്ട്രീയത്തിൽ പ്രഗത്ഭനായ 10 ബഡ്ജറ്റുകൾ അവതരിപ്പിച്ചിട്ടുള്ള പാലാ നിയോജകമണ്ഡലത്തിൽ നിന്നും 65 മുതൽ തുടർച്ചയായി ജയിക്കുന്ന പ്രഗത്ഭനായ ധനകാര്യമന്ത്രി KM മാണി സാറിനെ ക്ഷണിക്കുന്നു.
പക്ഷിഭേദമന്യേ. സഹോദരി സഹോദരന്മാരെ, മാതാപിതാക്കളെ, വാത്സല്യനിധികളായ വിദ്യാർത്ഥിനികളെ, എല്ലാവർക്കും എന്റെ വിനീതമായ കൂപ്പുകൈ. ഞാനിവിടെ നിൽക്കുമ്പോൾ എത്ര മനോഹരമായ ഒരു സദസ്സാണ്. ഇടുക്കിയിലെ, നമ്മുടെ കേരളത്തിലെ പ്രതിഭകളെ, ഇതൊരു പ്രതിഭാസംഗമമാണ്. ഇത്രയധികം പ്രതിഭകളെ ഒരുമിച്ച് കാണുവാൻ കഴിഞ്ഞത് ജീവിതത്തിലെ അസുലഭമായ ഒരവസരമാണ്. ഞാന് നിങ്ങൾക്കെല്ലാവർക്കും എന്റെ അഭിവാദ്യങ്ങൾ തേടുകയാണ്. ആദ്യമായി ബഹുമാനപ്പെട്ട ശ്രീ പി ജെ ജോസഫ്, ഗാന്ധിജി സ്റ്റഡി സെന്ററിന്റെ ചെയർമാൻ, കേരളത്തിലെ സമന്വിത രാഷ്ട്രീയ നേതാവ്, വളരെ ഭാവന സമ്പന്നനായ ജനനേതാവ് ശ്രീ പി ജെ ജോസഫ് ഇത്ര മനോഹരമായ ഒരു വേദി ഒരുക്കിയതിന് അദ്ദേഹത്തെ ഞാൻ പ്രത്യേകിച്ച് അഭിനന്ദിച്ചുകൊള്ളട്ടെ. പ്രിയമുള്ളവരെ, നിങ്ങളിൽ കൂടി ഞാനൊരു കേരളത്തെ കാണുകയാണ്. നിങ്ങളിൽ കൂടി ഭാവി ഒരു ഇന്ത്യയെ ഞാൻ കാണുകയാണ്. ഇങ്ങനെയുള്ള പ്രതിഭകളാണ് നമ്മുടെ രാജ്യത്ത് ആവശ്യം. ഇവിടെ ജസ്റ്റിസ് ശ്രീ സി ടി രവികുമാർ ഇവിടെ ഹാജരുണ്ട്. അടുത്ത നാളിൽ കേരള ഹൈക്കോടതിയിൽ ഒരു ജഡ്ജ്മെന്റിൽ ഹൈക്കോടതി പറയുകയുണ്ടായി, ഗുണനിലവാരം കുറഞ്ഞ 40% വിജയം കൈവരിക്കാത്ത എഞ്ചിനീയറിംഗ് കോളേജുകൾ മുഴുവൻ അടച്ചുപൂട്ടണമെന്ന് ഈ അടുത്ത നാളിൽ കേരള ഹൈക്കോടതിയുടെ ഒരു ജഡ്ജ്മെന്റ് പുറപ്പെടുവിച്ച കാര്യം ഞാൻ ഓർക്കുകയാണ്. വലിയൊരു സാരം അതിന്റെ പിന്നിലുണ്ട്. ഈ രീതിയിലേക്ക് എഞ്ചിനീയറിംഗ് കോളേജ് മാത്രമാണ് ഹൈക്കോടതി കണ്ടത്. നമ്മുടെ ആർട്സ് കോളേജുകളിലേക്ക് കടന്നാൽ, നമ്മുടെ സ്കൂളുകളിലേക്ക് കടന്നാൽ ഇന്ന് ആവശ്യമായിട്ടുള്ളത് വിദ്യാഭ്യാസ രംഗമാകെ ഇത് ഹൈക്കോടതി നിന്ന് വിരൽ ചൂണ്ടി എന്ന് മാത്രമേ ഉള്ളൂ. ഈ 40% താഴെയുള്ള എഞ്ചിനീയറിംഗ് കോളേജുകൾ അടച്ചുപൂട്ടണമോ വേണ്ടിയോ എന്നുള്ളത് വേറൊരു കാര്യം. അങ്ങനെ അടച്ചുപൂട്ടാൻ പോയാൽ നമുക്ക് നിവൃത്തിയില്ലല്ലോ. പക്ഷേ അതിന്റെ പിന്നിലുള്ള സാരാംശം എന്താ? ഇന്ന് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്, കേരളത്തിൽ ഇന്ന് അഭിമുഖീകരിക്കുന്ന പ്രശ്നം എന്ന് പറയുന്നത് വിദ്യാഭ്യാസ നിലവാര തകർച്ചയാണ്. ഇന്ന് നമ്മൾ അഭിമുഖീകരിക്കുന്നത് സ്ഥാപനങ്ങളില്ലായ്മയല്ല, കോളേജുകളില്ലായ്മയല്ല, സ്കൂളുകളില്ലായ്മയല്ല, നിലവാര തകർച്ചയാണ് ഇന്ന് നമ്മൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്. Therefore, there should be a strategic shift from quantitative growth to qualitative growth. There should be a strategic shift from expansion of institutions to quality improvement. ഇന്ന് നമുക്ക് ആവശ്യമായിട്ടുള്ളത് അതാണ്. അതുകൊണ്ട് ആ നിലയിൽ നമ്മുടെ നിലവാരം എങ്ങനെ ഉയർത്താൻ കഴിയും എന്നാലോചിക്കുമ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്, നിങ്ങളെപ്പോലുള്ള പ്രതിഭകളെ കാണുമ്പോൾ ഞങ്ങളുടെ ഹൃദയം അഭിമാനം കൊണ്ട് തുടിക്കുകയാണ്. നമുക്ക് ഒരു പുതിയ കേരളത്തെ നമുക്ക് കെട്ടിപ്പടുക്കണം, ഒരു പുതിയ ഇന്ത്യയെ നമുക്ക് കണ്ടെത്തണം. അതിന് സാധിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളെപ്പോലുള്ള ആളുകൾ മുന്നോട്ട് വരണം. ഹൈക്കോടതി പറയുകയുണ്ടായി. ഹൈക്കോടതി പറഞ്ഞ ആ കാര്യത്തിലേക്ക് വീണ്ടും വരികയാണ്. AICTE ഇതിനെ സംബന്ധിച്ചിടത്തോളം അന്വേഷണം നടത്തുകയുണ്ടായി. നമ്മുടെ നിലവാര തകർച്ചയുടെ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തേ എന്ന്. അതിൽ അവർ കണ്ടത് ഫാക്കൽറ്റി ഇവിടെ എഫിഷ്യൻസി അവരുടെ കുറവ്, അധ്യാപകരുടെ നിലവാരത്തിൽ കുറവ് വന്നു, വിദ്യാർത്ഥികളുടെ നിലവാരത്തിൽ കുറവ് വന്നു എന്നാണ്. നിലവാരമുള്ള അധ്യാപകരും നിലവാരമുള്ള വിദ്യാർത്ഥികളും ഉണ്ടെങ്കിൽ നിലവാരമുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് നമ്മുടെ രാജ്യത്തിന്റെ നിലവാരം അതനുസരിച്ച് ഉയരും. ഇതാണ് വാസ്തവത്തിൽ നമ്മുടെ രാജ്യത്തിന്റെ നിലവാരം ഉയരണമെങ്കിൽ, സമസ്ത രംഗങ്ങളിലും നിലവാരം ഉയരണമെങ്കിൽ നമുക്ക് വിദ്യാഭ്യാസ നിലവാരം ഉയരണം. വിദ്യാഭ്യാസ നിലവാരമാണ് നമ്മുടെ യാസ്റ്റിക് എന്ന് പറയുന്നത്, വിദ്യാഭ്യാസ നിലവാരമാണ്. അങ്ങനെയുള്ള സന്ദർഭത്തിൽ നല്ല പ്രതിഭകൾ, നല്ല സമർത്ഥരായ കുട്ടികൾ നമ്മുടെ രാജ്യത്തിന്റെ സമ്പത്താണ്. വാസ്തവത്തിന് ഇങ്ങനെയുള്ള ആളുകൾ നമ്മൾ ഏത് രംഗത്തേക്ക് പോയാലും നിങ്ങൾക്ക് കിട്ടുന്ന A+ മാർക്കിന്റെ പിന്നിലുള്ള നിങ്ങളുടെ ദൃഢനിശ്ചയം, അതിന് പിന്നിലുള്ള നിങ്ങളുടെ ലക്ഷ്യബോധം, അതിന്റെ പിന്നിലുള്ള നിങ്ങളുടെ പരിശ്രമം, അതിന് പിന്നിലുള്ള നിങ്ങളുടെ ഡ്രീം, അതിന്റെ പിന്നിലുള്ള നിങ്ങളുടെ ദർശനം മഹത്തരമാണ്. ഏത് രംഗത്തേക്ക് നിങ്ങൾ പോയിക്കൊള്ളൂ, ഭാവിയിൽ ചിലർ ഡോക്ടറാവും, ചിലർ എഞ്ചിനീയറാവും, ചിലർ നഴ്സസാവും, ചിലർ കൃഷിക്കാരനാവും, ചിലർ വ്യാപാരിയാകും, വ്യവസായിയാകും. പക്ഷെ ഏത് രംഗത്ത് എന്നാലും നിങ്ങൾക്ക് നിങ്ങളെ നിലനിർത്തുന്നതും നിങ്ങളെ വളർത്തുന്നതും നിങ്ങളുടെ ആ സിദ്ധികളാണ്, നിങ്ങൾ കൈവരിച്ച സിദ്ധികളാണ്. അതിനെ ഞങ്ങൾ മാനിക്കുകയാണ്. അതുകൊണ്ട് എന്റെ വാക്കുകൾ ഞങ്ങൾ സംഹരിക്കുകയാണ്. അടുത്ത മറ്റൊരു വലിയൊരു കൺവെൻഷൻ
തൊടുപുഴയിൽ നമുക്കുണ്ട്. എനിക്കും ശ്രീ പി ജെ ജോസഫിനും അങ്ങോട്ട് പോകേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. എന്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കട്ടെ. ഡോക്ടർ രാധാകൃഷ്ണൻ ഒരിക്കൽ പറയുകയുണ്ടായി, true education is to deepen your insight, to broaden your horizon and create a meaningful outlook എന്നതരം പറയുകയുണ്ടായി. എത്രയോ ശരിയാണ്. നമുക്ക് വിദ്യാഭ്യാസത്തിൽ നമുക്ക് വളരെ നമ്മുടെ ഉൾക്കാഴ്ച, നമുക്ക് ഉൾക്കാഴ്ച ബാഹ്യമായ കാഴ്ചയല്ല, നമ്മുടെ ഉൾക്കാഴ്ച ഡീപ്പൻ ചെയ്യണം, ആഴമായി ആകണം. നമ്മുടെ ഹൊറൈസൺ, നമ്മുടെ കാഴ്ചപ്പാട്, നമുക്ക് ഓരോ കാര്യത്തെ സംബന്ധിച്ചും നല്ലൊരു കാഴ്ചപ്പാട്, വിശാലമായ ഒരു കാഴ്ചപ്പാട് നമുക്കുണ്ടാകണം. നമുക്ക് നല്ലൊരു ദർശനം ഉണ്ടാകണം. അതാണ് നമുക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ളത്. നമുക്ക് ജീവിതത്തിൽ നല്ലൊരു ഫിലോസഫി ഓഫ് ലൈഫ്, നല്ലൊരു ദർശനമാണ് നമ്മളെ നയിക്കേണ്ടത്. ആ നിലയ്ക്ക് നല്ല സമർത്ഥരായ, നല്ല ദർശനമുള്ള, നല്ല ഭാവനയുള്ള, നല്ല പ്രതിഭകളായി നിങ്ങൾ തീരട്ടെ. രാജ്യത്തിന് ഏറ്റവും വലിയ സമ്പത്തായി തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുക. നിങ്ങൾക്കെല്ലാം ആശംസകളും. നിങ്ങളുടെ ഭാവി, നല്ല ഭാവിക്ക് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുകയാണ്. നിങ്ങളെ വരവേൽക്കാൻ കേരളം കാത്തിരിക്കുന്നു. നിങ്ങൾക്ക് എല്ലാ വിജയങ്ങളും, മുന്നോട്ടുള്ള വിജയങ്ങളും ഞാൻ ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. ഇവിടുത്തെ പ്രതിഭാ സംഗമം ഞാൻ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം. കൂടുതൽ സമയമെടുത്താൽ ഈ ഫംഗ്ഷൻ ഒരു 12 മണി വരെയെങ്കിലും പോകുമെന്ന് തോന്നുന്നു. ഞാൻ വളരെ ചുരുക്കം കാര്യങ്ങൾ മാത്രമായി പറയാൻ ആഗ്രഹിക്കുന്നു. ഏത് നേട്ടവും ശ്രദ്ധിക്കപ്പെടാതെ പോവുകയാണെങ്കിൽ, അഭിനന്ദിക്കപ്പെടാതെ പോവുകയാണെങ്കിൽ ആ